അപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റിൽ വളരെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നന്ദുവിന്റെയും അനിയുടെയും നന്ദുവിന് അനിയെ ഇഷ്ടമാണ് എന്നുള്ള ഒരു സത്യം കനക മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നന്ദുവിന്റെ ജീവിതം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സുരക്ഷിതമല്ല. അവൾ സന്തോഷത്തോടെ ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു കല്യാണം നടക്കത്തില്ല എന്ന് തന്നെയാണ് കനക നന്ദുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനെ നന്ദു മരിക്കാൻ പോകുന്ന ഒരു നിമിഷമാണ് കനക കണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് അനന്തപുരിയിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെയുള്ള വക കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ നിർണായക നിമിഷം മാത്രമല്ല, ഭയങ്കര പൊട്ടിത്തെറി ആയിരുന്നു നന്ദുവും കനകയും തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നന്ദു ഇങ്ങനെ തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്വപ്നം കനക കണ്ടതാണ്. അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എണീച്ച് നോക്കുമ്പോൾ നന്ദു അടുത്തുണ്ട്, കുഴപ്പമില്ല. പക്ഷേ താൻ ഒരുപാട് നന്ദുവിനെ അത്രയും വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ നന്ദുവിന് എന്തെങ്കിലും പറ്റുമോ? എന്തായാലും നന്ദു അവിടെ സുരക്ഷിതമല്ല എന്ന് കനകയ്ക്ക് അറിയാം. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവളെ മനസ്സിൽ നിന്ന് ഇനി എങ്ങനെ അനിയെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും എന്ന ടെൻഷനിലാണ് കനക. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിന്നതിന് ശേഷം കനക പുറത്തോട്ട് മനസ്സിന് വെപ്രാളം കൊണ്ട് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നീ സാധാരണ റൂമിൽ നമ്മളെ റൂമിലല്ലേ കിടക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നന്ദുവിൻ്റെ റൂമിൽ ഇപ്പോൾ പോയി കിടന്നു? പിന്നെ നീ ഭയങ്കര സങ്കടത്തിലാണല്ലോ, ടെൻഷനിലാണല്ലോ, എന്താണ് കാര്യമെന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് കനകയ്ക്ക് ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഗോവിന്ദൻ പറഞ്ഞത്, മുമ്പ് നീ നമ്മുടെ മക്കളിലും ചെയ്ത ഒരേ ഒരു തെറ്റ് കാരണം നീ അവരുടെ ആ ഒരു സംഭവങ്ങൾ, അന്ന് നടന്ന സംഭവങ്ങളൊന്നും നീ എൻ്റെ അടുത്ത് പറയാതെ മറച്ചു വെച്ചു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നതും നമ്മുടെ മക്കളിപ്പോൾ അവിടെ പോയി ഇങ്ങനെ അനുഭവിക്കേണ്ട അവസ്ഥ വന്നതും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറയുകയും അവസാനം കനക നമ്മുടെ എന്താണ് സംഭവം എന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട്. ഞാൻ ഇതിന് ഫോട്ടോ കണ്ടുവെന്നും അങ്ങനെ ഫോട്ടോയിൽ ഐ ലവ് യു എന്ന് കണ്ട് അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അനിയാണെന്നും നന്ദു അനിയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള സത്യം എന്താണോ നടന്നത് അതെല്ലാം ഗോവിന്ദനോട് പറഞ്ഞപ്പോൾ ഗോവിന്ദന് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഗോവിന്ദൻ കനകയാണ് കുറ്റം പറഞ്ഞത്. കാരണം നീയാണ് നന്ദുവിനോട് അനിയെ സ്നേഹിക്കണം എന്ന് നീയായിരിക്കും വാശി പിടിച്ചത്. കാരണം ഇത്രയും നമ്മുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും നമ്മളെ രണ്ട് മക്കളും അവിടെ കിടന്ന് അനുഭവിക്കുന്നത് എല്ലാം നന്ദുവിന് അറിഞ്ഞു വെച്ചിട്ടും നന്ദു ഇങ്ങനെ കാണിച്ചെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നീ ആയിരിക്കും എന്ന് കനകയെ ഗോവിന്ദൻ വഴക്ക് പറയുമ്പോൾ ഒരിക്കലുമില്ല, ഞാൻ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ആണെന്ന് സംഭവങ്ങൾ മനസ്സിലാക്കിയത്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് തന്നെയാണ് കനക പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ രണ്ട് വീട്ടുകാർക്കും അത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് നയനയ്ക്കും നവ്യയ്ക്കും അത് പിന്നെ കുറച്ച് കൂടുതൽ ബാധിക്കും. എന്തായാലും നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ജലജയും നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും ഒരുപോലെ കൂടിയിരുന്ന് ഒരു ചർച്ച നടത്തുവാണ്. കാരണം മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരികയും ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ്റെ അസുഖങ്ങൾ മാറിയ കണക്കാണ്. കാരണം ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് അത്രത്തോളം നമ്മൾ പേടിക്കേണ്ട അസുഖമല്ല, നമ്മൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി മുത്തശ്ശൻ പ്രത്യേകിച്ച് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശനെ പ്രത്യേകിച്ച് ഈ അസുഖങ്ങളിൽ കിടപ്പ് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അത്ര പാടൊന്നുമില്ല, നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുത്തശ്ശനെ എന്തായാലും തിരിച്ചു കിട്ടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു എന്ന് പറയുകയും അത് മാത്രമല്ല ഈ ഒരു മുത്തശ്ശൻ യോഗയും പിന്നെ വ്യായാമമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാൾ ആ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് എന്ന് മുത്തശ്ശന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റുക എന്നൊക്കെ അവിടെ ഡോക്ടർ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നയനയോട് ഡോക്ടറിന് ചായ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുകയും നയനയെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതെൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ് നയന, ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല പോസിറ്റീവ് വൈബ് തോന്നുന്നതും പിന്നെ അത്രത്തോളം എനിക്ക് സ്നേഹം തോന്നുന്നതും നയനയോടാണ്. കാരണം ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് ഈ വീട്ടിലോട്ട് കടന്നു വന്നത് എന്ന് ഡോക്ടറിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജയനക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ജലജയ്ക്കും ദേവയാനിക്കാണ്, പ്രത്യേകിച്ച് ജലജയ്ക്ക്. അങ്ങനെ ഈ ഒരു സംഭവം നേരെ അബിയോട് പോയി പറയുകയും അങ്ങനെ അബിയും ജലജയും തമ്മിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. കാരണം മുത്തശ്ശൻ ഇനി പെട്ടെന്നൊന്നും മരിച്ചു പോകത്തില്ല, ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയി പോവും, ആ ഇത്രയും സ്വത്തുക്കളും കാര്യങ്ങളും നമുക്കിനി കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് നവ്യയെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ
പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് അബി ജലജയോട് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ്റെ ജീവിതം ഇപ്പോൾ വേറെ പ്രശ്നം, ജീവന് ഒരു ആപത്തും ഇല്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവ്യ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും കൂടി ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും നന്ദുവിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അനിക്കുള്ളൂ. അപ്പോൾ ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.